കൊലപാതകം കുറ്റവാളികളെ ശിക്ഷിക്കാം, കൂട്ടുനിന്ന പോലീസിനെ രാജ്യദ്രോഹികളെ അടച്ച ഫയലുകൾ രാജഗോപാലന്റെ കൊലപാതകം കുറ്റവാളികളെ കൂട്ടുനിന്ന പോലീസിനെ രാജ്യദ്രോഹികളെ അടച്ച ഫയലുകൾ രാജഗോപാലന്റെ കൊലപാതകം കുറ്റവാളികളെ കൂട്ടുനിന്ന പോലീസിനെ രാജ്യദ്രോഹികളെ നമുക്കിതൊന്നും വേണ്ട. അതിനൊക്കെ ഇവിടെ വേറെ ആളുകളുണ്ട്. സമാധാനപരമായി സഹായിക്കാൻ മനസ്സുള്ളവർ മാത്രം എന്നോടൊപ്പം നിന്നാൽ മതി. നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്ന് ഇങ്ങനെ ബഹളം വെച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഐജിക്കോ ഹോം ഡിപ്പാർട്ട്മെന്റ് ഒരു പെറ്റീഷൻ അയക്കൂ. അവിടുന്ന് കടലാസ് വന്നാൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞമ്മക്കത് മതി. പൊന്നമ്മേ, ഇനി ഒഴിക്ക്. ഇന്നെന്താ പൊന്നെ ഇത്ര കൂടുതൽ കഴിക്കുന്നത്? നീ അറിഞ്ഞോ, ആ വാസു എന്ന് പറയുന്നവൻ മരിച്ചുപോയ SIയുടെ ചേട്ടനാണത്രേ. എന്റെ പൊന്നെ, അതിന് നിങ്ങൾക്കെന്താ? എനിക്കെന്താ? എനിക്കൊന്നുമില്ല. SI ആത്മഹത്യ ചെയ്തതല്ലെന്ന്, ആരോ കൊല ചെയ്തതാണെന്ന്. അതിന് ഇത്രയും കുടിക്കണോ? ദുഃഖം, എനിക്ക് ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല പൊന്നമ്മേ. ഒഴിക്ക്. അവളേക്ക് വിളിക്ക്. ഓമനയെ, ഞാൻ എന്റെ ദുഃഖം ഒന്ന് തീർക്കട്ടെ. ഇനി വിളിക്ക്. നിന്നെ അത് ഉടുമ്പൻചാട്ടം വിളിക്കുന്നു. എന്നെ കൊണ്ടുവയ്യ. അയാൾ നല്ല ആളാ. പണം തരുന്നവർ മുഴുവൻ ചേച്ചിക്ക് നല്ല ആളാ. ഇനി എനിക്ക് വയ്യ. പോകുന്നുണ്ടോ പുറത്ത്? വാ ഓമനെ, വാ. എത്ര നാളായി ഞാൻ നിന്നെ ഒന്ന് കിട്ടാൻ കൊതിക്കുന്നു. വാ. അച്ഛൻ തിരുവനന്തപുരത്ത് പോയിട്ട് എന്ന് വരും? 2 ദിവസം കഴിഞ്ഞ്. നീ നളിനി ചേച്ചി അധികം ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. അമ്മയെ നല്ലപോലെ നോക്കണം. ഞാൻ പോയിട്ട് വരട്ടെ സുശീലേ? ശരിയെന്ന് പറയമ്മേ. അമ്മ എന്തെങ്കിലും ഒന്ന് പറയൂ സുശീലേ. സുശീലേ, ഈ അമ്മ എന്താണ് ചോദ്യം മിണ്ടാത്തത്? നിന്റെ അച്ഛൻ ചെയ്ത പാവമാണടാ മോനെ. പോയിട്ട് വരുവാ സോട്ടാ. ചുറ്റും ശത്രുക്കളാണ്, സൂക്ഷിക്കണം. സർക്കിൾ ഇൻസ്പെക്ടർ സോമശേഖരനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കാൻ. അവൻ എന്റെ നല്ലൊരു സ്നേഹിതനാണ്. ഇതാ പെറ്റീഷന്റെ കോപ്പി. നാട്ടുകാരുടെ മുഴുവൻ കയ്യൊപ്പം വാങ്ങിയിട്ടുണ്ട്. ഞാനിതിന്റെ പുറകിലുണ്ടെന്ന് ആരും അറിയരുത്. അത് നിങ്ങൾ പേടിക്കേണ്ടത്. ഓ, ഈ മാറിയില്ലട്ടാ, ഞാൻ വിളിക്കാം. ഈ കഴിവ കഥ തുറക്കണ, ചവിടി പൊളിക്കണം. കൊച്ചിനോട് കളിച്ചിട്ട് പൊളിക്കണ കാണുന്നത്.
ചോദിച്ചത്? ഞാനാ. കഥവ് തുറക്ക. ബഹളം കേട്ട് കയറിയതാ. ആരൊക്കെ ഓടുന്നത് കണ്ടു? വല്ല അപകടവും പറ്റിയോ? ഇല്ല, ഞാൻ പേടിച്ചു പോയി. വാസു പോകുമ്പം പറഞ്ഞിരുന്നു ഇങ്ങോട്ടൊരു ശ്രദ്ധ വേണമെന്ന്. നളിനി കഥ അടച്ച് കിടന്നുള്ളൂ, ഞാനിവിടെ ഉണ്ടാവും. കിടക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. പുറത്ത് നല്ല തണുപ്പുണ്ടാവും. ഈ തണുപ്പ് ഒരു സുഖമാണ്. ഉറക്കം വരുന്നില്ലെങ്കിൽ ഇവിടെ വന്നിരിക്കൂ. എന്റെ ലാപ്പ് സ്വല്പം കേൾക്കാം. ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കൂട്ടുകാരൻ നളിനിയുടെ കഥകളല്ലേ എന്നോട് പറഞ്ഞുകൊണ്ടാവും. സാരമില്ല. എല്ലാം തുറന്നു പറയാൻ ഇതൊരു സന്ദർഭമാണല്ലോ. വാസു എന്നോടൊരു കാര്യം പറഞ്ഞു, നളിനിയുടെ വിവാഹത്തെപ്പറ്റി. നളിനിയോട് വല്ലതും സൂചിപ്പിച്ചോ? തീരുമാനം എന്നോട് പറയണമെന്നില്ല, അവനോട് പറഞ്ഞാ മതി. എങ്കിലും എനിക്ക് പറയാനുള്ളത് പറയണ്ടേ? പറഞ്ഞോളൂ. അല്പം ഫിലോസഫി. ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. എവിടുന്നോ പുറപ്പെട്ട് എവിടേക്കോ പോകുന്നൊരു യാത്ര. അതിനിടയിൽ പലരെയും നാം കണ്ടുമുട്ടാറുണ്ട്. എന്നാൽ ചിലരോട് മാത്രം തോന്നും ഒരു പ്രത്യേകത. അതിന്റെ കാരണം ചോദിച്ചാൽ പറയാൻ വിഷമിക്കും. ശരിയല്ലേ? അത്തരം ഒരു പ്രത്യേകതയാണ് എനിക്ക് നളിനിയോട് തോന്നുന്നത്. നളിനിയുടെ ശ്രദ്ധ മറ്റെവിടെയോ ആണ്. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ മനസ്സ് മറ്റെവിടെയോ അലയുകയാണ്. എനിക്കറിയാം. നളിനിയുടെ ലക്ഷ്യം നിറവേറ്റുന്നതിൽ ഞാനും ഒരു പങ്കാളിയാണ്. എനിക്ക് ധൃതിയില്ല. പോയി കിടന്നുറങ്ങിക്കോളൂ. ആനന്ദ്, ആനന്ദ്, ആനന്ദ്. എന്താ ഫാദർ? എന്താടാ ഇത്? ഫോട്ടോസ് എങ്ങനെയുണ്ട്? ഞാൻ എടുത്താണ്. നന്നായിട്ടില്ലേ? ഇതാ അടിയോടിയുടെ മകളല്ലേ? അതെ. അതിനെന്താ? ഐ ലവ് ഹെർ. എന്ത്? ഐ ലവ് ഹെർ. ഐ വിൽ മാരി ഹെർ. ഒന്നുകളെയും തന്നെ ഞാൻ ഓർമ്മിച്ചോ? ഓൾ റൈറ്റ്, നോ ഒബ്ജക്ഷൻ. അമ്മേ, അമ്മേ, ഇടോ ഇവിടെ ഓടോ. എന്താടോ ഇതിന്റെ അർത്ഥം? അപ്പൊ താനും കൂടെ കൂട്ടുനിന്നിട്ടുള്ള പരിപാടികളാണ് ഇതൊക്കെ അല്ലേ? കൊച്ചു മുതലാളിയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ തന്റെ മോളെ ഇഷ്ടം പോലെ അങ്ങ് പ്രേമിക്കാൻ അല്ലേ? താൻ വകുപ്പ് പറഞ്ഞാണല്ലേ? ദൈവത്താണ് എന്റെ വകുപ്പ്. എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു കുറ്റക്കാരനല്ല താനും. നിങ്ങൾ എന്തിനാ മനുഷ്യ പേടിക്കുന്നത്? അച്ഛന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാനൊന്ന് നോക്കട്ടെടാ. വേണമെങ്കിൽ ഞാൻ എന്റെ മകളെ അങ്ങ് കൊന്നേക്കാം. കൊല്ലയൊന്നും വേണ്ട. അവളോട് പറഞ്ഞേക്ക് എന്റെ മകനെ വിവാഹം കഴിക്കാനുള്ള ആ ആഗ്രഹം അങ്ങ് ഉപേക്ഷിക്കാൻ. അല്ലെങ്കിൽ അറിയാം. അപ്പോ പോവാണ്. എന്താ സംഭവം? പറയാം. വില്ലന്മാർ
രണ്ടുപേരോടും കൂടിയാണ് പറയുന്നത്. ജാനുവിനോ അവളുടെ അച്ഛനോ വല്ല ആപത്തും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മകന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. എന്നാൽ നമ്മൾ തമ്മിലുള്ള പഴയ കണക്ക് ഇവിടെ വെച്ച് തന്നെ തീർത്തേക്കാം. രാഘവ, എന്ത് സംഭവിച്ചു? തൽക്കാലം ഒന്നും സംഭവിച്ചില്ല. സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടു.
മോനെ, ഞങ്ങൾക്ക് മുത്തശ്ശിയുടെ അനുഗ്രഹം മാത്രം മതി. കാലോട്ട് വന്നിക്കേ. ദീർഘായുസായിരിക്കണം. ഇവിടെ വെച്ച് ആഘോഷമായി നടത്തണമെന്ന് വിചാരിച്ചതാ ഞാൻ നിന്റെ കല്യാണം. എന്തിനാ മോനെ ഇത്ര ധൃതി പിടിച്ചത്? അതിന് കാരണം അച്ഛനോട് ചോദിച്ചാ പറയും. ഇറങ്ങിപ്പോടാ അവിടുന്ന്. ഇനി നീ ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് കൊള്ളാം. ഒരു കല്യാണം കഴിച്ചാൽ അച്ഛന് മകനല്ലാതാവുമോ? ഈ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനാ ഞാൻ പറഞ്ഞത്. ഏതായാലും അവൻ അവളെ കല്യാണം കഴിച്ചു. നീ ഇനി ഇവരോട് വക്കാണത്തിനൊന്നും പോകണ്ട. എനിക്ക് അമ്മയുടെ പഞ്ചായത്തൊന്നും വേണ്ട. ഇറങ്ങണ വിളി. തൊട്ടുപോകരുത് അവനെ. നിനക്ക് മാത്രമല്ല, എനിക്കും ഉണ്ട് ഇവിടെ അവകാശം. ഇവരെന്റെ കൂടെ ഇവിടെ തന്നെ താമസിക്കും. നിങ്ങൾ അകത്ത് പോവാ മക്കളെ. ഇങ്ങനെയൊക്കെ ചില തിരിച്ചടി ഇടയ്ക്കൊക്കെ നിനക്കും ആവശ്യമാണ്. ചേച്ചി ഇങ്ങനെ നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്നിട്ടെന്റെ അമ്മ എന്നോട് ഒന്നും പറയാത്തത്? അമ്മ അപ്പുവിനോട് വർത്തമാനം പറയും, കളിക്കും, ചിരിക്കും. എന്നിട്ട് എവിടെ? ചേച്ചി, മോൻ പറഞ്ഞത് കേട്ടില്ലേ? ഒന്ന് ചിരിക്കൂ, ഒന്ന് ചിരിക്കൂ ചേച്ചി. ആ നല്ല ചേച്ചിക്ക് കാണണോ ഞാൻ അമ്മയെ ചിരിപ്പിക്കുന്നത്? ഇപ്പൊ കാണിച്ചു തരാം. ചോറ് വേണം, കളികൾ നൂറ് വേണം, ചന്ദന പലകയിട്ടു തങ്ക തളിക വെച്ച് ചന്ദനത്തിലൊരുക്കേണം. നമ്മൾ അമ്മയ്ക്കൊരമൃതേത്ത്